Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചുസാറാണ്. വെറും 10 മിനിറ്റിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എനി വുമൺ എന്ന് പറഞ്ഞ പോയം ലൈൻ ബൈ ലൈൻ പഠിച്ചാലോ കൃത്യമായി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. 10 മിനിറ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലോ എന്നുള്ളത്. So let's begin. So children, let me ask you a question. Who is the speaker of the poem? Who is the I in the poem? ഉറപ്പായിട്ടും I എന്ന് പറയുന്നത് ഒരു മദർ ആണ് അല്ലെങ്കിൽ ഒരു വുമൺ ആണ്. സോ ആ മദർ അല്ലെങ്കിൽ വുമൺ പറയാണ് I am the pillars of the house. ഞാൻ ഈ വീടിന്റെ എന്താണ്? പില്ലേഴ്സ് ആണ്. പില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിലെ മേജർ സപ്പോർട്ടിംഗ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പില്ലേഴ്സ് എന്ന് വിളിക്കുക അല്ലെ. തൂണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. അടുത്തത് ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. ഞാനാണ് ഈ ആർച്ചിലെ ഈ കമാനത്തിന്റെ കീ സ്റ്റോൺ, സെൻട്രൽ സ്റ്റോൺ, മൂലക്കല്ല് എന്ന് പറയുന്നത്. ഏറ്റവും പിവറ്റൽ ആയിട്ടുള്ള റോള് വഹിക്കുന്നത് ഞാനാണ്. അപ്പൊ ഈ രണ്ട് വരികളിലൂടെ എന്താണ് പറയുന്നത്? ദ വുമൺ is establishing herself as the major supporting system of the family. ഫാമിലിയിലെ മേജർ സപ്പോർട്ടിംഗ് സിസ്റ്റം ഞാനാണ് എന്ന് ആ വുമൺ, ആ മദർ എന്ത് ചെയ്യാണ്? എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അടുത്തതൊരു ഓപ്പൺ ചാലഞ്ച് ആണ്. ടേക്ക് മീ എവേ, എന്നെ ഒന്ന് എടുത്തു നോക്കൂ. ആൻഡ് റൂഫ് ആൻഡ് വോൾ വുഡ് ഫോൾ അട്ടേർലി അല്ലെ, റൂയിൻ മീ അട്ടേർലി. ഈ പറയുന്ന റൂഫും വോളും ഒക്കെ എന്ത് ചെയ്യും? അട്ടേർലി എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? റൂയിൻ, തകർന്ന് തരിപ്പണമാവും. കാരണം ഞാനാണ് ഈ ഫാമിലിയുടെ മേജർ സപ്പോർട്ടിംഗ് സിസ്റ്റം. സോ ഇറ്റ് ഷോസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി, പ്രസൻസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി. ആൻഡ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ പ്രസൻസ്, നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ഫൗണ്ടേഷൻ, പിന്നെയോ അതൊരു ഇമോഷണൽ ഫൗണ്ടേഷൻ കൂടെയാണ്, മോറൽ ഫൗണ്ടേഷൻ കൂടെയാണ് എന്നുകൂടെ എൻ്റെ മക്കൾ ഓർമ്മിച്ച് വെക്കുക. അഡീഷണലി ഈ പോയത്തിൽ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ ആണ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ വരി എന്തിനുള്ള എക്സാമ്പിൾ ആണ്? മെറ്റഫറിനുള്ള എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ വരിയും എന്തിനുള്ള എക്സാമ്പിൾ ആണ്? മെറ്റഫറിനുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. സോ അടുത്ത സ്റ്റാൻസയിലും ഈ മെറ്റഫേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത്തവണ വേറെ രണ്ട് കാര്യങ്ങളുമായിട്ടാണ് മദർ തന്നെ കമ്പയർ ചെയ്യുന്നത്. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്. ഹാർത്ത് എന്ന് വെച്ചാൽ നെരിപ്പോട് എന്നാണ്. ഈ ചൂടുള്ള രാജ്യങ്ങളിൽ ആളുകൾ തീ കായാൻ വേണ്ടി, ചൂട് കായാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ ഹാർത്ത് എന്ന് പറയുന്നത്. സോ ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത് ആൻഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ. സോ ഹിയർ ദ മദർ ഈസ് കമ്പയറിംഗ് ഹെർസെൽഫ് ടു ഫയർ ആൻഡ് സൺലൈറ്റ്. ഫയറുമായിട്ടും സൺലൈറ്റുമായിട്ടും എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ആൻഡ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്? നോക്കൂ, ഷീ ഈസ് കമ്പയറിംഗ് ഹെർസെൽഫ് വിത്ത് ഫയർ ആൻഡ് സൺലൈറ്റ്, പ്രൊവൈഡിങ് എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് വാംത്ത്, പ്രൊവൈഡിങ് കംഫർട്ട് ആൻഡ് പ്രൊവൈഡിങ് ഗൈഡൻസ്. അങ്ങനെ വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്ന, കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? മദർ വർക്ക് ചെയ്യുന്നത്. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഞാനാണ് ആ ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്നത്. ചൂട് പിടിപ്പിക്കുക എന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആക്കുക, വാം ആയിട്ടുള്ള, വലിയ ചൂടല്ല കേട്ടോ, വാം ആക്കുന്നത് എന്ന് വെച്ചാൽ ഹെർ പ്രസൻസ് മേക്ക് ദ ഹോം, ഓർ ഹെർ പ്രസൻസ് മേക്സ് ദ ഹോം കംഫർട്ടബിൾ, ഹെർ പ്രസൻസ് മേക്സ് ദ ഹോം സേഫ്. അതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. വിച്ച് എൽസ് വർ കോൾഡർ ദാൻ സ്റ്റോൺ. അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താവുമായിരുന്നു? അത് കോൾഡർ ദാൻ സ്റ്റോൺ ആവുമായിരുന്നു. ഒരു കല്ലിനേക്കാൾ തണുപ്പുള്ള, തണുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത, വളരെ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. തണുപ്പ് നമുക്കിഷ്ടമാണ്, പക്ഷേ തണുപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാക്ക് ഓഫ് ആക്ടിവിറ്റി എന്നാണ്. വളരെ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ പോയിന്റ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു കീവേഡ്, നമ്മുടെ മദറിന്റെ ഒരു നേർച്ചറിങ് ആയിട്ടുള്ള, അതായത് എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുക? നേർച്ചർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു നേച്ചറാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റാൻസിലേക്ക് വരുമ്പോൾ, അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദർ ഹാൻഡ്സ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. നോക്കൂ, ഇവിടെ ദ സ്പീക്കർ പറയാണ്, ദ സ്പീക്കർ സേസ് ദാറ്റ് ഹെർ ചിൽഡ്രൻ ഫൈൻഡ് വാംത്ത് ആൻഡ് കംഫർട്ട് ഇൻ ഹെർ പ്രസൻസ്. അവളുടെ കുട്ടികൾ വാംത്തും കംഫർട്ടും ഒക്കെ കണ്ടെത്തുന്നത്, അവളുടെ പ്രസൻസിലാണ്. ആൻഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. അവള് ഒരു സോഴ്സ് ഓഫ് ലവ് ആയിട്ട്, ലവിന്റെ ഒരു സോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്. അല്ലെ, വിത്തൗട്ട് ഹർ ദ ഹോം വുഡ് ബി കോൾഡ് ആൻഡ് ലൈഫ്ലെസ്. അവളുടെ പ്രസൻസ് ഇല്ലായിരുന്നെങ്കിൽ ആ വീട് വളരെ കോൾഡായി, ആക്ടിവിറ്റീസ് ഇല്ലാതെ ലൈഫ്ലെസ് ആയി കിടന്നേനെ. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ട്രൈ. മാത്രമല്ല പ്രഷ്യസ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
ത്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവർക്ക് ഫ്ലറിഷ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ പറ്റില്ല. അവളുടെ പ്രസൻസിലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡെവലപ്പ് ചെയ്യാനും നേർച്ചർ ചെയ്യാനൊക്കെ പറ്റുന്നത് എന്ന് ഉള്ള ഒരു ക്ലെയിമാണ് നമുക്ക് 3ാമത്തെ സ്റ്റാൻസിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് 4ാമത്തെ സ്റ്റാൻസിലേക്ക് പോകാം. ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത് ഹൗ ഷീ കീപ്സ് ദ ഫാമിലി ഇമോഷണലി യുണൈറ്റഡ് എന്നാണ്. എങ്ങനെയാണ് അവള് ആ ഫാമിലിയിൽ ഇമോഷണലി യുണൈറ്റഡ് ആക്കി വെക്കുന്നത് എന്ന് നോക്കൂ. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ. സോ ഷീ ഈസ് കമ്പയറിംഗ് ഹെർസെൽഫ് ടു എ ട്വിസ്റ്റ്. ഒരു കെട്ടായിട്ട് കമ്പയർ ആണ്. ഞാനൊരു കെട്ടാണ്. ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ് സീക്രട്ട് റിംഗ്. ഞാനൊരു കെട്ടാണ്, അതിന്റെ സീക്രട്ട് റിംഗിൽ, അതിന്റെ ഒരു പവിത്രമായ വലയത്തിൽ, റിംഗിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കുട്ടികളെയൊക്കെ ഇമോഷണലി യുണൈറ്റ് ചെയ്ത് വെക്കുന്നു. ദർ നോട്ട് ഓഫ് ലവ്. ഞാൻ അവരുടെ നോട്ട് ഓഫ് ലവ് ആണ്, സ്നേഹത്തിന്റെ കെട്ടാണ്. ഫ്രം ഹൂസ് ക്ലോസ് ടെതർ. ആ കയറിൽ നിന്ന്, ആ ക്ലോസ് ടെതർ എന്ന് വെച്ചാൽ റോപ്പ് എന്നാണ്, കയറിൽ നിന്ന് നോ ലോസ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാണ്ടറിങ്, ഗോസ് വാണ്ടറിങ് എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പറയുവാണെങ്കിൽ ഗോസ് എ വാണ്ടറിങ് എന്ന് വെച്ചാൽ ഡീവിയേറ്റ് ഫ്രം ദ റൈറ്റ് പാത്ത് എന്നാണ്. ഡീവിയേറ്റ് ഫ്രം ദ റൈറ്റ് പാത്ത്. ഒരു കുട്ടിയും എന്ത് ചെയ്യില്ല, വഴി തെറ്റിപ്പോവില്ല എൻ്റെ ആ സ്നേഹത്തിന്റെ കെട്ടിൽ നിന്ന്. അടുത്ത സ്റ്റാൻസ്, 5ാമത്തെ സ്റ്റാൻസയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ക്ലിയർ ആവാണ്. നേരത്തെ പറഞ്ഞത് ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, ദ ലൈറ്റ് ഓഫ് ദ ഗുഡ്സ് എന്നൊക്കെയായിരുന്നു. എന്നാൽ ഇവിടെ എത്തുന്ന സമയത്ത് ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഞാൻ തന്നെയാണ് എന്ത്, വീട്. ഫ്രം ഫ്ലോർ ടു റൂഫ്, ഫ്ലോർ മുതൽ റൂഫ് വരെ ഞാൻ തന്നെയാണ് വീട്. ഐ ഡെക്ക് ദ വാൾ. ഞാനാണ് എന്ത് ചെയ്യുന്നത്, ഈ വാളുകളെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ദ ബോർഡ് ഐ സ്പ്രെഡ്. ബോർഡ് എന്ന് പറഞ്ഞാൽ വുഡൻ ബോർഡാണ്, മരപ്പലകകളാണ്. ഈ തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ തണുപ്പ് മുകളിലോട്ട് അടിച്ചു കയറാതിരിക്കാൻ വേണ്ടി വീടുകളിൽ ടൈൽസും ഗ്രാനൈറ്റിനും പകരം വുഡൻ ബോർഡ്സ് ആണ് സ്പ്രെഡ് ചെയ്യുക. സോ ആ വുഡൻ ബോർഡ് സ്പ്രെഡ് ചെയ്തത് ഞാനാണ്. ഇതൊക്കെ മെറ്റഫോറിക്കലി പറയുന്നതാണ് കേട്ടോ, അല്ലാതെ ലിറ്ററലി വുഡൻ ബോർഡ് സ്പ്രെഡ് ചെയ്തു എന്നല്ല പറയുന്നത്. ഐ സ്പിൻ ദ കർട്ടൻ വാപ്പ് ആൻഡ് വൂഫ്. ഞാനാണ് എന്ത് ചെയ്തത്, ഈ കർട്ടൻ ഒക്കെ സ്പിൻ ചെയ്തത്, അതിന്റെ വാപ്പും വൂഫും. വാപ്പും വൂഫും വെച്ചാൽ ഊടും പാവും എന്നാണ്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദർ ബെഡ്. ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ഫെദേഴ്സ് ഓഫ് എ ബേർഡ് എന്നാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ സോഫ്റ്റ് ഫെദേഴ്സ് ഷേക്ക് ചെയ്തു, പൊഴിച്ചിട്ടു. എന്തിന്, ടു ബി ദർ ബെഡ്, കുട്ടികളുടെ എന്താവാൻ വേണ്ടി, ബെഡ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ വരി കാണിക്കുന്നത് എന്താണ്, അവളുടെ ഹാർഡ് വർക്കിനെ, അവളുടെ ഡെഡിക്കേഷനെ, അവളുടെ ഒരു അമ്മ എന്ന സ്നേഹത്തിനെ, ലവ് ഓഫ് എ മദർ, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഇതിനൊക്കെ പ്രൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ സ്റ്റാൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ 4 വരിയിലേക്ക് പോവാം. സോ തൊട്ട് മുമ്പത്തെ സ്റ്റാൻസിൽ നമ്മൾ മനസ്സിലാക്കിയത് ദ മദർ ഓർ ഷീ takes care of every small and big details of the house, ensuring comfort, beauty and nourishment. എന്നാൽ അവസാനത്തെ സ്റ്റാൻസിലേക്ക് വരുന്ന സമയത്ത് ഐ ആം ദ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ എന്നാണ് പറയുന്നത്. ഐ ആം ദ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. ഷീ പ്രൊട്ടക്ട്സ് ദ ഫാമിലി ഫ്രം ഹാം, ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി. ഫിസിക്കലായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഹാംസിൽ നിന്നൊക്കെ കുട്ടികളെ, ഫാമിലിയെ സംരക്ഷിക്കുന്ന അവളാണ്. ദർ ഡോർ അഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡേഞ്ചേഴ്സ് ആണ്. എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ഡേഞ്ചേഴ്സിൽ നിന്ന് ഞാൻ അവരെ എന്ത് ചെയ്യുന്നു, ഡോർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് ലാസ്റ്റ് 2 ലൈൻസ് ആർ എ പ്രേയർ ടു ഗോഡ്. അവസാനത്തെ 2 വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവത്തിനുള്ള എന്താണ്, ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഏത് ദൈവത്തോടുള്ള, ആരോടുള്ള, നോക്കൂ. ദൗ ഹും എ വുമൺ ലേഡ് ഇൻ എ മേഞ്ചർ. ദൗ എന്ന് പറഞ്ഞാൽ യു എന്നാണ്. whom a woman laid in a manger. ആരെയാണോ ഒരു വുമൺ, ആരെയാണോ ഒരു സ്ത്രീ ഒരു മേഞ്ചറിൽ, ഒരു പുൽത്തൊട്ടിയിൽ, മേഞ്ചർ എന്ന് പറഞ്ഞാൽ പുൽത്തൊട്ടിയിൽ കിടത്തിയത്. അപ്പോൾ ഇതാരാണ്, ദൗ ഹും എ വുമൺ ലേഡ് ഇൻ എ മേഞ്ചർ എന്ന് പറയുന്നത് ആരാണ്, ജീസസ് ക്രൈസ്റ്റ് ആണ്. ആരാണ്, ജീസസ് ക്രൈസ്റ്റ് ആണ്. സോ ജീസസ് ക്രൈസ്റ്റിനോടുള്ള ഒരു പ്രേയർ ആണ്, ടേക്ക് മീ നോട്ട്, എന്നെ അങ്ങോട്ട് എടുക്കരുതേ, ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, ആര് വലുതാവുന്നത് വരെ, കുട്ടികൾ വലുതാവുന്നത് വരെ. സോ ഷീ ഈസ് പ്രേയിങ് ഫോർ ഹർ ലോഞ്ചിവിറ്റി, അവളുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ലോഞ്ചിവിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അവളുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, കുട്ടികൾക്ക് വേണ്ടിയാണ്. ടേക്ക് മീ നോട്ട്, എന്നെ അങ്ങോട്ട് വിളിക്കരുതേ, ടിൽ, എപ്പോൾ വരെ, ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, കുട്ടികൾ വലുതാവുന്നവരെ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നും കൂടെ അറിയിക്കുക. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ബൈ.